CSEB പരീക്ഷ അടുക്കാറായി. ഇത് മെയിൻ സിലബസാണ് CSEB പരീക്ഷയുടെ. അതിലെ GK പാർട്ടിലെ യുണൈറ്റഡ് നേഷൻസിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. യുണൈറ്റഡ് നേഷൻ സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. നോക്കാം. ഫസ്റ്റ് ചോദ്യം, അന്താരാഷ്ട്ര പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ ഏത് ഏജൻസിയാണ് ഇടപെടാറുള്ളത്? UNEP. ഐക്യരാഷ്ട്രസഭയുടെ 2021 ലോക പരിസ്ഥിതി ദിനാപ്തവാക്യം എന്താണ്? ഇപ്പോൾ ഇത് ചോദിക്കില്ല, ഇത് 2021 2026 ഇനി ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കി വയ്ക്കുക. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകം ഏതാണ്? സെക്രട്ടേറിയറ്റ്. ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടി. ഐക്യരാഷ്ട്ര സംഘടനയിൽ എല്ലാ അംഗരാജ്യങ്ങൾക്കും അംഗങ്ങളാകുന്ന സമിതി ഏതാണ്? പൊതുസഭ. എല്ലാ വർഷവും ഐക്യരാഷ്ട്ര സംഘടന ഏത് ദിവസമാണ് ലോക മണ്ണുദിനമായി ആചരിക്കുന്നത്? ഡിസംബർ 15. ഇതും 2021 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ ലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താണ്? ഇത് ചോദിക്കും. ഇത് എന്തായാലും ചോദിക്കും. ഇതും ചോദിക്കും. ഓരോ വർഷത്തെ ആപ്തവാക്യങ്ങൾ പഠിച്ചു വെക്കണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാം? അറബി, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ആണിത്. ഏതൊക്കെയാണ്? അറബി, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്. ഐക്യരാഷ്ട്ര സംഘടനയിലെ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങൾ ഏതെല്ലാം? അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, UK. ഇതും ചോദിക്കാറുണ്ട്. സുരക്ഷാ സമിതിയുടെ അംഗബലം 11 നിന്ന് 15 വിപുലീകരിക്കപ്പെട്ട വർഷം? 1965. സുരക്ഷാ സമിതിയിലെ അംഗസംഖ്യ 5 സ്ഥിരാംഗങ്ങളും 10 താൽക്കാലികാംഗങ്ങളും ചേർന്ന് 15 പേര്. സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. അന്തർദേശീയ ആണവോർജ ഏജൻസി സ്ഥാപിതമായ വർഷം? 1957. ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം? 1995. അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗാണ്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഐക്യരാഷ്ട്ര സംഘടനയാണ്. വികസ്വര രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലോകബാങ്ക് രൂപവൽക്കരിക്കപ്പെട്ട വർഷം? 1944. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപകാംഗങ്ങളുടെ എണ്ണം 51 രാജ്യങ്ങളാണ്. ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിതമായത് 1945 ഒക്ടോബർ 24. ഇനി പ്രധാനപ്പെട്ട ഒന്നാണ് ഐക്യരാഷ്ട്ര ദിനം എന്ന്. ഒക്ടോബർ 24. ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായത് 1945 ഒക്ടോബർ 30. ഐക്യരാഷ്ട്ര സംഘടനയുടെ 9ാമത് സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. ഇതും ചോദിക്കും. പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയും UN ഹൈക്കമ്മീഷണറുമായി പ്രവർത്തിച്ച ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. 1943 ഡിസംബറിലെ ത്രിശക്തി ടെഹ്റാൻ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾ? അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ. ഇപ്പം ഇത്ര പഠിച്ചാൽ മതി. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത പാർട്ട് ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സജഷൻസ്. താങ്ക് യു.